പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഉത്സവത്തിൻ്റെ ആരവങ്ങൾ ഉണരുന്ന നേരത്ത് ഒരു കഥ കേൾക്കൂ. ഉത്സവമേള. കാടാകെ വലിയ ആഘോഷത്തിലാണ്. മലമുത്തിയമ്മയുടെ കോവിലിലെ വാർഷികോത്സവം. എല്ലാവരും പുതിയ പൂക്കളും വള്ളികളും ചൂടി സുന്ദരന്മാരും സുന്ദരികളുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം ഗജൻ എന്ന തലയെടുപ്പുള്ള ആനയാണ്. സിംഹരാജൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അക്കരക്കാട്ടിൽ നിന്ന് പുഴ കടന്ന് ഇക്കരെ എത്തിയ ഗജന് വയറു നിറയെ പഴങ്ങളും കരിമ്പും തിന്നാൻ കൊടുത്ത് സന്തോഷിപ്പിച്ചു. മലമുത്തിയുടെ താലപ്പൊലി എഴുന്നള്ളത്തിന് നേരമായി. പക്ഷേ ഗജന്റെ പുറത്ത് കയറി ആര് തിടമ്പേറ്റും എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. പെട്ടെന്നാണ് മരക്കൊമ്പിൽ നിന്ന് നമ്മുടെ ജിങ്കൻ കുരങ്ങ് ചാടിയിറങ്ങിയത്. തിടമ്പ് ഞാൻ പിടിക്കാം, ജിങ്കൻ പറഞ്ഞു. സിംഹരാജാവിനും ഗണ്ടൻ കാട്ടുപോത്തിനും സമ്മതമായില്ല. പക്ഷെ ഒടുവിൽ ജിങ്കൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഗജന്റെ ശിരസിലേറ്റിയ വള്ളിച്ചെടികളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ചട്ടത്തിൽ മലമുത്തിയുടെ ബിംബം തിളങ്ങി നിന്നു. ചെമ്പൻ കരടിയും കൂട്ടുകാരും ചെണ്ട കൊട്ടി. മിന്നിത്താറാവും സംഘവും താലപ്പൊലിയെടുത്തു. ആവേശത്തോടെ അവർ കാട്ടുമുത്തി കോവിലിന് വലം വെച്ചു. കണ്ടും കേട്ടുമറിഞ്ഞ് നിരവധി മൃഗങ്ങളും പക്ഷികളും അവിടെ എത്തിച്ചേർന്നു. സിംഹരാജൻ ഏർപ്പെടുത്തിയ ഗംഭീര സദ്യ അവർക്കെല്ലാം നൽകി. താളമേളങ്ങളും താലപ്പൊലിയും കണ്ട് ഉത്സവം കൂടി സദ്യയും കഴിച്ച് അവർ ആവേശത്തോടെ മടങ്ങി. ഗജനെയും ജിങ്കനെയും എല്ലാവരും അഭിനന്ദിച്ചു.